നമസ്കാരം. നാട്ടിലോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കൃത്യം പറഞ്ഞാൽ 10 ദിവസം മാത്രമേ ഉള്ളൂ ആദ്യഘട്ടത്തിലേക്ക് പോകാൻ. പ്രചരണം അത്രമേൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എതിരായ ലൈംഗിക പീഡന പരാതി വരുന്നത്. കേസെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നിമിഷവും അറസ്റ്റിലാകാം എന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. കോൺഗ്രസ് കൃത്യമായ നടപടികൾ ആദ്യഘട്ടത്തിൽ എടുത്തിരുന്നു എങ്കിൽ പോലും അത് നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ച വന്നത് കോൺഗ്രസിനെ ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാക്കുകയാണ്. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലേക്ക് പോകുന്നത് കണ്ണാടി പഞ്ചായത്തിലെ പ്രചരണത്തിനിടയിൽ നിന്നാണ്. ആ ഘട്ടത്തിലാണ് ഒരു പരാതി കൊടുക്കുന്നത് അറിയുകയും രാഹുൽ മുങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായും പ്രതിരോധത്തിലാണ്. ആ വിഷയം കൂടുതൽ ചർച്ചയാക്കാൻ CPM-ഉം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അവർക്ക് വീണ് കിട്ടിയ വലിയൊരു അവസരമാണ്. ആ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചൂട് പിടിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ പരാതി. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്ക് വിശദമായി തന്നെ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. പെൺകുട്ടിയുടെ പരാതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് CPM നീക്കം. രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ UDF ആവശ്യപ്പെടാത്തത് സ്ത്രീകളോടുള്ള അവരുടെ സമീപനത്തിന് തെളിവെന്നാണ് CPM-ന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ പരാതിയും കേസുമെന്നുമാണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ പ്രതിരോധം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നിർണായക ഘട്ടം. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം CPM നേതാവ് പത്മകുമാറിൽ എത്തി നിൽക്കുന്നു. അടുത്തതാര് എന്ന ചോദ്യം CPM-നെ ആശങ്കപ്പെടുത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയുടെ പരാതി വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് സുവർണാവസരമായി കാണുന്നത് CPM-ആണ്. സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് പുറമേ പറയുമ്പോഴും തിരിച്ചടിയാകുമോ എന്ന സംശയം പാർട്ടിക്കും മുന്നണിക്കുമുണ്ട്. രാഹുലിനെതിരായ പരാതിയും പോലീസ് നടപടിയും അതുകൊണ്ടുതന്നെ വലിയ ഊർജ്ജമാണ് ഇടതു കേന്ദ്രങ്ങൾക്ക് നൽകുന്നത്. രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM കൂടുതൽ ചർച്ചയാക്കും. ഗുരുതര ആരോപണം വന്നിട്ടും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുകയാണെന്ന് ജനങ്ങളോട് പറയും. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് സമരങ്ങളുണ്ടാകും. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം. എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ റീൽസ് ഇട്ട് പറ്റിക്കാമെന്ന് കരുതണ്ട. കുറച്ച് സിനിമാ നടിമാരൊക്കെ ആ നിലയിൽ റീൽസ് അഭിനയിക്കാൻ കിട്ടുമായിരിക്കും. അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഷാഫിയും ഇയാളും ഒരു ജനപ്രിയനാണ് എന്ന് വരുത്തി തീർത്ത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ, വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. രാഹുലിനെ സംരക്ഷിക്കുന്നില്ല. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള CPM സമരത്തിന്റെ ഭാഗമാണ് പരാതിയെന്നൊക്കെ പറഞ്ഞ് തടിയൂരാനാണ് ശ്രമം. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പന്റെ സന്നിധിയിൽ നിന്നും മോഷണം നടത്തിയിട്ട് ആ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിരവധി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ഒന്ന് വഴി മാറ്റിവിടുന്നതിന് വേണ്ടി ഒരു പുതിയ തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് ഇതേ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞതാണ്. ഒരു പുതുമയില്ല. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൽ തന്നെ രാഹുലിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടാവുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്താൽ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാകും. അപ്പോൾ കൂടുതൽ നടപടിയും എടുക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഹുൽ വിഷയം വലിയ തിരിച്ചടിയായി മാറുമെന്ന ഭയവും കോൺഗ്രസിനെ അലട്ടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് BLOയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായ സംഭവത്തിൽ CPM ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ.
ദേലമ്പാടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും പാണ്ടി ലോക്കൽ സെക്രട്ടറിയുമായ ചാപ്പക്കല്ലിലെ എ സുരേന്ദ്രനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. BLO OP അജിത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ്. SIR ഫോം ശേഖരിക്കുന്നതിനായി എത്തിയ BLOയുമായി ഉണ്ടായ തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിൽ വരണമെന്നാണ് ജനവികാരമെന്ന് ജോസ് കെ മാണി. കെട്ടുറപ്പോടെയാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തനം. പലയിടത്തും കോൺഗ്രസിന് റിബലായി ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെന്നും ജോസ് കെ മാണി വിമർശിച്ചു. മൂന്നാം തവണയും LDF അധികാരത്തിൽ വരണം എന്നുള്ളത് ജനവികാരം രൂപപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടിയായിരിക്കും. മുന്നണിയുടെ കാര്യം പറയുമ്പോൾ കെട്ടുറപ്പോടുകൂടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നത്. പല സ്ഥലങ്ങളിലും UDFിൻ്റെ സ്ഥാനാർത്ഥികളില്ല. പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ട് റിബലായിട്ട് നിൽക്കുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു തകർച്ചയിലേക്കാണ് UDF പോകുന്നത്. അതുമാത്രമല്ല, പലപ്പോഴും പല പ്രദേശങ്ങളിലും UDF എന്നുള്ളൊരു മുന്നണിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കെ മാണി ജൂനിയർ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ജോസ് കെ മാണി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയവും സമൂഹത്തെയും പഠിക്കുന്നുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. മോനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സാധാരണ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുടുംബങ്ങളെ എല്ലാവരും ഒക്കെ വോട്ട് പിടിക്കാനായി ഒക്കെ പല സ്ഥലങ്ങളിലൂടെ പോകും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തോ അതെ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ സമൂഹത്തെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ ആർക്കും വരാനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അതെല്ലാ ഇപ്പം എൻ്റെ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ തെരഞ്ഞെടുപ്പിൽ വീട് കയറാനും ക്യാൻവാസ് ചെയ്യാനും ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഓരോ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു. അവരുടെ സുഹൃത്തുക്കളായിട്ട് വീടുകൾ കയറുന്നു, എല്ലായിടത്തും. അതിവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പോകുന്നു. രാഷ്ട്രീയത്തോട് വെറുപ്പില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തിരുവനന്തപുരം ചാല മാർക്കറ്റ് രാഷ്ട്രീയം കൊണ്ടും വിൽപ്പന കൊണ്ടും വളരെ സജീവമായിരിക്കുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചാല മാർക്കറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ നോക്കാം. സാരൻ സുധാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ചാല മാർക്കറ്റ്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്നും ചാല മാർക്കറ്റിലേക്ക് എത്തും. ഇവിടുത്തെ വ്യാപാരികൾക്കും രാഷ്ട്രീയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അവർക്കും ചിലത് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തവണത്തെ ഒരു ചിത്രം എങ്ങനെയായിരിക്കും? മാറ്റം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഭരണ തുടർച്ചയായിരിക്കും തിരുവനന്തപുരത്തിന്റെ? അല്ല, മാറ്റം ഉണ്ടാവണം. കാരണം അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇല്ലാത്ത, കാരണം എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഓപ്പോസിഷൻ വന്നാലേ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, പ്രയോജനപ്പെടുകയുള്ളൂ. അതെ, ഇലക്ഷൻ ഇപ്പം ഒന്നും പറയാറായിട്ടില്ല. പക്ഷേ തീപാറും പോരാട്ടമെന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ ആ പോരാട്ടമൊന്നും കാണാനില്ല. അത് ഇനി ദിവസമുള്ളത് കൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. ഇപ്പം പൊതുവേ നോക്കുമ്പോഴത്തേക്ക് വീട് കയറിയുള്ള പ്രവർത്തനമാണ് കൂടുതൽ. അല്ലാതെ ചാലയിൽ മൊത്തത്തിലൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതില്ല. ഞാൻ നോക്കത്തിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുവേ ചാലയ്ക്കകത്ത് വീടുകളെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ. അപ്പം ആ രീതിക്ക് കൊള്ളാം ഒരു പ്രവർത്തനമാണ്. ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെയല്ല. ചാലയിലെ പ്രധാനപ്പെട്ട കൊടിക്കടയിലാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാപാരം എങ്ങനെയുണ്ട്. മൊത്തത്തിൽ കൊടി വ്യാപാരമാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. അപ്പം പല രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ, അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വോട്ടിംഗ് മെഷീൻ, ഇത് ഒരുപാട് ചിലവായി പോകണമെന്ന് ഈ സാധനം. ചിഹ്നം, അതിൻ്റെ സ്ഥാനാർത്ഥിൻ്റെ പേര്,
എന്നിട്ട് എത്രാമത്തെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ രസീത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ വന്നതാണ്. ഇപ്പോൾ ആൾക്കാർ ഒരുപാട് വാങ്ങുന്നുണ്ട്. അത് തന്നെ ഈ അറിയാത്തവർക്ക് ആദ്യമായിട്ട് വോട്ട് ചെയ്യണവർ, അല്ലാത്ത ഈ വയസ്സായവർ, അവർക്കൊക്കെ ഇത് ഉപകാരമാണ്. ഇത്രാമത്തെ ചിഹ്നം, ഇന്നതാണ് നമ്മളെ ചിഹ്നം, ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി, ഫോട്ടോ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, ഇത്രാമത്തെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇതേപോലത്തെയൊക്കെ വന്നിട്ടുണ്ട് കൊടികളെ. ആ ടൈപ്പ് പോയ വർഷമൊന്നും ഇല്ലായിരുന്നല്ലോ, ഈ പ്രാവശ്യം വന്നതാണ് അതൊക്കെ. പിന്നെ നമത് ചിഹ്നം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ആ നീളത്തിന് കിടക്കുന്നില്ലേ, ആ സൈഡിൽ നീളം കൂടിയതാണ് നമത് ചിഹ്നം എന്ന് പറഞ്ഞിട്ട്. എല്ലാ ചിഹ്നത്തിൻ്റെയും വന്നിട്ടുണ്ട്. ഇലക്ഷൻ വന്നതല്ലേ ഉള്ളൂ. അതെ അതെ അതെ, കുഴപ്പമില്ല, കച്ചവടം കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള ചാലല കൊടിക്കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫേമസ് ആണ്. ഇവിടെ ഇടതുപക്ഷം നല്ല രീതിയിൽ കയറി വരാൻ സാധ്യത ഉണ്ട്. 100% മൊത്തത്തിൽ അതൊക്കെ ഒരു സൈഡിൽ കൂടി കിടക്കുക. അത് വിവാദം പണ്ടേ ഉള്ളതാണല്ലോ, ഇതിൻ്റെ കൂടെ ഉള്ളതാണല്ലോ വിവാദങ്ങൾ. അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ ഒരു സൈഡിൽ പൊയ്ക്കോളും, ഇതിങ്ങനെ ഒരു സൈഡിൽ പൊയ്ക്കോളും. തിരുവനന്തപുരത്ത് ഇപ്പോൾ കോർപ്പറേഷനിൽ നമ്മളെ പഴയ ആളുകൾ LDF ഉറപ്പാണ്. ആരെ മാറ്റമൊന്നുമില്ല. എന്നാലേ പിന്നെ മറ്റുള്ളവർക്കൊക്കെ നേട്ടമുള്ളൂ. ഇലക്ഷൻ ട്രിവാൻഡ്രത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വരും. അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. പിന്നെ ഇതിനെ മത്സരം ഉണ്ടാവും, പക്ഷേ കമ്മ്യൂണിസ്റ്റ് തന്നെ വരും. മാറ്റമൊന്നും ഉണ്ടാവില്ല. വേറെ ആര് വരാതിരിക്കുന്നു? തമ്മിലടിയല്ലേ എല്ലാവരും. അത് കാരണം ആരും വരാൻ ചാൻസ് ഇല്ല, അവർ തന്നെയാണ്. അതുമല്ല, പാവപ്പെട്ടവർക്ക് നേട്ടങ്ങൾ അവർ വന്നാലൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഉണ്ടല്ലോ, 5 വർഷം കൂടുമ്പം ക്ഷേമ പെൻഷൻ വരെ കൂട്ടുകയല്ല. മറ്റവർ കയറുമ്പോൾ നിർത്തുമെന്നല്ലേ പറയുന്നത്. അതൊക്കെ അവർക്ക് നഷ്ടമാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ വരുന്നത്? വരണമെന്ന് വിചാരിക്കുന്നവർ പോലും ഇത് കേൾക്കുമ്പോൾ മടുത്തു പോകും. നല്ല ഉപദേശം കിട്ടും. തീർച്ചയായും ഇല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ കൊയ്തിട്ട് 19 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം നടക്കാതായതോടെ ദുരിതത്തിലായ ആലപ്പുഴ തകഴിയിലെ കർഷകർ വലിയ പ്രതിഷേധത്തിലാണ്. തകഴി പുറക്കാട് മേഖലയിൽ കൊയ്ത 300 ഏക്കർ പാടശേഖരത്തെ നെല്ലാണ് സംഭരണം വൈകിയതോടെ കിളിർത്ത് പൊന്തിയത്. കഷ്ടപ്പെട്ട് കൃഷിയിറക്കിയ കർഷകരോട് അനീതി കാട്ടുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിച്ച് തങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇവിടുത്തെ കർഷകർ. സംസ്ഥാനത്തൊട്ടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. പലയിടങ്ങളിലും വലിയ അവകാശവാദങ്ങളുമായാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഭരിക്കുന്ന പാർട്ടിയാകട്ടെ അതിനേക്കാൾ വലിയ ഓഫറുകളാണ് എല്ലാവരുടെയും മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ ഉള്ള പുറക്കാട് പഞ്ചായത്തിലെ 6ാം വാർഡിൽ നിന്ന് കാണിക്കാൻ കഴിയുന്നത്. ഈ കയ്യിലുള്ളത് 300 ഏക്കറുള്ള പാടശേഖരത്തിൽ നിന്നും കർഷകർ 18 ദിവസമായി കൊയ്തെടുത്ത നെല്ലാണ്. നെല്ലിന്റെ അവസ്ഥ ഇതാണ് ആദ്യം പ്രേക്ഷകർ കാണേണ്ടത്. അതായത് വിത്ത് മുളച്ച് കിടക്കുന്ന നെല്ലാണ്. അവരുടെ ഇത്രയും കാലത്തെ അധ്വാനമാണ് ഈ ഒരു സാഹചര്യത്തിൽ കിടക്കുന്നെന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ എനിക്ക് പിന്നിലായി ഈ കാണുന്നത് പുറക്കാട് പഞ്ചായത്തിലെ ഗ്രേസ് പാടശേഖരമാണ്. അവിടുത്തെ കർഷകരുടെ ദയനീയ സാഹചര്യമാണ്. എന്തായാലും വോട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള പ്രതിഷേധത്തിലാണ് കർഷകർ. അവർ തന്നെ പറയട്ടെ, നിങ്ങളൊരു അവസ്ഥ എന്താണ് ചേട്ടാ? വളരെ സങ്കടകരമാണ് ഇത് കാണുമ്പോൾ. അതെ, ഞങ്ങൾക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, നിങ്ങൾ ഇത് കാണുന്നില്ലേ? ഇത് ഞങ്ങൾ 18 ദിവസമായി ഇത് കൊയ്തിട്ടിട്ട്. ഈ 18 ദിവസത്തിനൊക്കെ 100 ഏക്കർ കൊയ്ത് കഴിഞ്ഞപ്പോൾ 2 മില്ലുകാർ വന്ന് അവർ നെല്ല് കണ്ടപ്പോൾ പറഞ്ഞ് ഞങ്ങൾ മൊത്തം കൊയ്ത് ഇട്ട് അവർ നെല്ലെടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു മട പെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് 15 കിലോ നെല്ല് ലെസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ 15 കിലോ ഈ നെല്ലിനകത്ത് എന്തോ കുഴപ്പം. നിങ്ങളോട് ആദ്യം 100 ഏക്കർ കൊയ്ത സമയത്ത് അവർ വന്നപ്പോൾ മില്ലുകാർ എത്രയാണ് കിഴിവ് ചോദിച്ചത്? ഒരു കിഴിവും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു മുഴുവനും കൊയ്തിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഒരു മഴ പെയ്തുകൊണ്ട് അവർ 15 കിലോ ലെസ് ഡിമാൻഡ് മാറി. അവർ ഈ ഏജന്റുമാരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. ഏജന്റുമാരില്ലാണ്ട് സർക്കാർ തന്നെ നേരിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ദോഷം ഉണ്ടാകത്തില്ല. ആരൊക്കെ വോട്ട് ചോദിച്ചു വന്നു ഇവിടെ? ഒരു പാർട്ടിയൊന്നുമല്ല, എല്ലാവരും കാണിച്ചു. എല്ലാവരും ഇത് കാണിച്ചതാ. ഈ കാണുന്ന നെല്ലാണ് വളരെ നല്ല നെല്ല. ആ കിടക്കുന്ന നെല്ല് ഒരു കിളിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ കിളുത്ത നെല്ലുകളെല്ലാം ആണ് മാറ്റിയിട്ടേക്കുന്നത്. എന്നിട്ട് ദിവസവും കർഷകർ ഇത് മറിച്ചുകൊണ്ടിരിക്കുക. നെല്ല് മറിച്ച് ഉണക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർഷകർ എത്ര രൂപ നഷ്ടം വരുന്നത്? താങ്കളൊരു യുവാവാണ് അല്ലേ? അതെ.
ഇനി കൃഷി ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ കൃഷിയൊക്കെ ചെയ്ത് നിൽക്കാൻ സെറ്റിലാകാന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ നിന്നിട്ട് ഞാനും തിരിച്ചു പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. കാര്യം കൃഷി പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങൾക്ക് നല്ലതാണ്, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യാന്നൊക്കെ. പക്ഷേ ലാസ്റ്റ് വരുന്ന ഈ എൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുവരാനായിട്ട് ഇതാണ് അവസ്ഥ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്, പലിശയ്ക്ക് എടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്താൽ ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ധാരാളം ഇടങ്ങളിൽ ഇത്തരത്തിൽ നെല്ല് പല ഇടങ്ങളിലായിട്ട് അവർ കൂട്ടിയിട്ടിരിക്കുകയാണ്. തൊഴിലാളികളെ ഉൾപ്പെടെ നിർത്തിയിട്ടാണ് ഇത് ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ്. 18 ദിവസത്തോളം നെല്ല് കിടക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം പൂർണ്ണമായി മാറുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും നെല്ല് കിളിർത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡ് നിർമ്മാണം നടക്കുന്നത് കൊണ്ട് മാത്രം കർഷകർക്ക് ഇത് കരയിലേക്കിട്ട് സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ആളുകളോട് നമുക്ക് സംസാരിക്കാം. കൂടുതൽ കർഷകർ നമ്മളോടൊപ്പം. ഇതാണ് അവർ പറയുന്നത്, നെല്ല് പൊടിഞ്ഞു പോയി, ഇത് കിട്ടത്തില്ല. അങ്ങനെ ഇത് കണ്ട, ഇതാണ് സ്ഥിതിന്റെ ഉണങ്ങി കാമ്പ് കുറ്റിയ സാധനമാണ്. ഇത്രയും വിളഞ്ഞ നെല്ല് 140 120 കൊയ്യേണ്ടത് 156 157 ദിവസമായ സാധനമാണ്. അവർ വലിയ കാറെ വന്ന് നോക്കി വെറും നികൃഷ്ടമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇത്രയും പാടുപെട്ട് 10-15 ദിവസം കൊണ്ട് ഇതൊക്കെ കിടന്ന് കളിക്കുക. അപ്പോൾ അവർ ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നെല്ല് മോശമാണ്, 25 കിലോ തരാം, എങ്ങനെ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പപ്പാതി കൊടുക്കാം. ഏതാ 50-50 100 അങ്ങനെ കൊടുക്കാം. അവരെടുത്തോട്ടെ, ബാക്കി ഞങ്ങൾക്ക് മതി, അതിൻ്റെ പൈസ മതി. അപ്പം ഇപ്പം 3000 രൂപ സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. നേരത്തെ 28 രൂപ 32 പൈസയായിരുന്നു, അതിപ്പം 30 ആക്കി. 1 കിലോ നെല്ലിന് 30 രൂപ. ഞങ്ങൾ മേടിക്കുന്ന നെല്ലിന് 40, 45, 50 ഒക്കെ കൊടുത്താണ് ഞങ്ങൾ മേടിച്ച് വിതയ്ക്കുന്നത്, വിത്ത് വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിപ്പം സർക്കാർ എടുക്കുന്ന വില ഇതാണ്, 30 രൂപ, 1 കിലോയ്ക്ക് 30 രൂപ. പിന്നെ എങ്ങനെ നമ്മൾ ഈ പാടം എങ്ങനെ രക്ഷപ്പെടും? ഇതൊക്കെ കരിനിലം പാടം, അതായത് പുറക്കാടെന്ന് പറയുന്നത് കരിനില പ്രസിഡന്റ് ഇതിലുള്ള പാടം. കഴിഞ്ഞ ദിവസം ഉപരോധിക്കുകയും പ്രതിഷേധം സംഘടിപ്പിച്ചല്ലോ. ഞങ്ങൾ ADFC പോയിരുന്നു, എന്നിട്ട് മാറ്റമൊന്നുമില്ല. അവർ പറയും ഇപ്പം എടുക്കാം, നാളെ എടുക്കാം. ഇങ്ങനെ ഇതുണ്ട്, ദിവസം പ്രതി ഇങ്ങനെ അങ്ങോട്ട് മാറ്റി കുത്തി. ഇനി അത് കിളുത്ത് കഴിയുമ്പോൾ അത് മാറ്റി കുത്തണം. അതാണ് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഇവിടെ ഇങ്ങനെ നെല്ല് ഇവര് പാടശേഖരത്തിന്റെ സൈഡിലായിട്ട്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം ഉണ്ടെന്ന് പറയാം. അതായത് കരയ്ക്ക് കയറ്റിയിടാൻ ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് മാത്രം ഇവർക്ക് കരയ്ക്ക് കയറ്റിയിടാൻ പറ്റി. എന്നിട്ടുണ്ടായ നഷ്ടമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ്. ഈ പാടത്ത് ഈ 15 കിലോ കൊടുക്കുവാണെങ്കിൽ അവർക്ക് 400 കിൻഡൽ നെല്ല് ചെല്ലും. 400 കിൻഡൽ നെല്ല് ഈ നെല്ല് എടുക്കുന്നവർക്ക് ചെല്ലും. അറിയാവോ? അവർ അതും അതിന്റെ വള്ളക്കൂലി കൊടുക്കണം, ചുമട്ടുകൂലി കൊടുക്കണം, വാരുകൂലി ഞങ്ങൾ കൊടുക്കുക. അത് കർഷകർ ഒരു പടി കൂടി അത് കടുപ്പിച്ചുകൊണ്ട് വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് അവർ പറയുന്നത്. കാരണം 18 ദിവസമായി തെരഞ്ഞെടുപ്പ് കടമ്പകളിലേക്ക് എല്ലാവരും കടന്നു വാശിയേറിയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ 18 ദിവസത്തിന് മേലായി ഈ നെല്ല് ഇവിടെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരണമെങ്കിൽ, വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുള്ള ആവശ്യമാണ് ഇവിടുത്തെ കർഷകർ ഉന്നയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വിളവ് ഇറക്കിയിരിക്കുന്ന ഈ മുതൽ എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് പോകണം. ഇത് കൊണ്ടുപോകുന്നില്ലാത്ത പക്ഷേ ഞങ്ങൾ വോട്ടിൻ്റെ ഒരു കാര്യത്തിന് ഞങ്ങൾ ഒരുങ്ങുന്നില്ല. അത് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ, ഞങ്ങൾക്ക് ഹാർട്ടുണ്ടായിട്ട് വേണ്ടത് മേഡം, ഞങ്ങളിത് ചിന്തിക്കാനായിട്ട്. ഇത് കിടക്കുന്ന കണ്ടില്ലേ? എല്ലാവരും വരും, എല്ലാവരും നോമിനേഷൻ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതിനൊരു തീരുമാനം ഇന്ന് 18 ദിവസമായി ഞങ്ങൾ ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട്. 1000-ത്തിലധികം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാടശേഖരമാണ്. തീർച്ചയായിട്ടും ഇത് നോക്കിയാൽ തന്നെ കാണാം. ഈ ചുറ്റുവട്ടത്ത് കിടക്കുന്ന എല്ലാ കുടുംബങ്ങളും അവരുടെ ജീവിത മാർഗ്ഗമേ ഇതാണ്, കൃഷിയാണ്. ഈ കൃഷി ചെയ്ത് കിട്ടിയ വരുമാനം ഇതുകൊണ്ട് വേണം എല്ലാവർക്കും ജീവിക്കാനായിട്ട്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ഒരു ആരുമില്ല. എല്ലാവരും കൂലിപ്പണികളും ചെയ്ത് കൃഷിയും ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു സാധനം ഈ ഇലക്ഷൻ്റെ ഈ ഒരു സമയത്തും ഇവരാരും ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോഴും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വാഗ്ദാനങ്ങളെല്ലാം വാഗ്ദാനങ്ങളായിട്ട് തന്നെ നിൽക്കുക ചെയ്യുന്നത്. ഈ നിങ്ങളുടെ നെല്ല് കിളിർത്ത് പോയ നെല്ലുണ്ടല്ലോ, ഈ കിളിർത്ത് പോയ നെല്ലിന് അതിന്റെ നഷ്ടപരിഹാരം ആരും തരത്തില്ല, ഒരു കുഞ്ഞും തരുന്നില്ല. അത് ഞങ്ങൾ എടുത്ത് കളയണം, ഞങ്ങൾ പുറത്ത് കളയണം. അല്ലാതെ നമുക്ക് കന്നാലിക്ക് പോലും കൊടുക്കാൻ ആ സംഭവം നടക്കത്തില്ല. മനസ്സിലായി? ഇപ്പോഴത്തെ ഇതിപ്പോ ഈ കിടക്കുന്ന സാധനമില്ല, മാഡം കണ്ടില്ലേ? ആ കിളുത്ത് കിടക്കുന്നത് നേരെ അങ്ങോട്ട് തട്ടത്തേ ഉള്ളൂ, പാടത്തേക്ക് തട്ടത്തേ ഉള്ളൂ. അല്ല ഞങ്ങൾക്ക് 1 ഏക്കറിനകത്ത് ഇപ്പം 15 നെല്ലുണ്ടെങ്കിൽ അല്ല 20 നെല്ലുണ്ടെങ്കിൽ 5 കിൻഡൽ പോയി. പിന്നെ 15 കിൻഡലിന്റെ പൈസ കിട്ടുന്നത്. ഈ 15 കിലോ കിഴിവ് കഴിഞ്ഞിട്ട് എത്ര കാണും?
അതാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസ് മന്ത്രിയും കൃഷി മന്ത്രിയും കുട്ടനാട്ടിൽ നേരിട്ടെത്തിയിരുന്നു. അവർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അന്നും വാഗ്ദാനമായി നൽകിയിട്ട് പോയത്. അപ്പോഴും ഈ നെല്ലൊക്കെ ഈ പാടശേഖരങ്ങളുടെ വരമ്പിലുണ്ടായിരുന്നു. ഇപ്പോഴും അത് വന്നു പോയി ആഴ്ചകൾ പിന്നിടുമ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. പലരും വോട്ട് ചോദിച്ചെത്തുന്നു. വോട്ട് ചോദിച്ചെത്തുന്നവരെല്ലാം ഈ കാഴ്ചകൾ കാണണമെന്ന് കൂടിയാണ് ന്യൂസ് 18 പറയാനുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് പുറക്കാട്ടെ കർഷകർ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പാലക്കാട് കുംഭാര ഭാഷയിൽ ചുവരെഴുത്ത് നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം. പാലക്കാട് ഷൊർണൂരിലാണ് നഗരസഭ 15-ാം വാർഡ് ചുടുവാലത്തൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വേറിട്ടൊരു പ്രചാരണം നടക്കുന്നത്. മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗത്താണ് ലിപികളില്ലാത്ത കുംഭാര ഭാഷയെ മലയാളത്തിലാക്കിയുള്ള ചുവരെഴുത്ത്. വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഷൊർണൂറിന് BJP സ്ഥാനാർത്ഥിത JP ചവല. ഇങ്ങനെയൊരു ചുമരെഴുത്ത് കണ്ട് വഴിയാത്രക്കാർ പലരും കരുതി എഴുത്തുകാരന് തെറ്റുപറ്റിയതാകുമെന്ന്. മറ്റു ചിലർ അടുത്തു ചെന്ന് പലതവണ വായിച്ചു നോക്കി. പിന്നെയാണ് ആളുകൾക്ക് കാര്യം മനസ്സിലായത്. വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി ഷൊർണൂരിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നർത്ഥം വരുന്ന കുംഭാര ഭാഷയിലുള്ള ചുമരെഴുത്താണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് കുംഭാര ഭാഷയിൽ ചുമരെഴുത്ത് നടത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭാഷ ഞങ്ങളുടെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ കുഴത്തൊഴിലിന്റെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ സമുദായത്തിന്റെ ഭാഷയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രമേ വായിക്കാനും പറ്റുള്ളൂ. ഇതിൽ ലിപിയില്ല. ഇതിൽ എല്ലാം മലയാളം, തമിഴ്, തെലുങ്ക് എല്ലാം കൂടിയതാണ്. ഇത് ആദ്യമായിട്ടാണ്. ഇനിയിപ്പോ ഇതേമാതിരി എല്ലാ സ്ഥലത്തും എഴുതാൻ പോവാണ്. ഷൊർണൂർ നഗരസഭയിലെ 15-ാം വാർഡ് ചുടുവാലത്തൂരിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന K രേവതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വേറിട്ട ചുമരെഴുത്ത്. വാർഡിൽ 40ഓളം മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുന്ന കുംഭാര ഭാഷയ്ക്ക് പ്രത്യേക ലിപികളില്ല. അതിനാൽ തന്നെ സംസാര ഭാഷയെ മലയാളത്തിലാക്കിയാണ് ചുവരെഴുതിയിരിക്കുന്നത്. ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മൺപാത്ര തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അവർക്ക് അവരുടെ ഭാഷയുടെ രീതിയിൽ അവരോട് സ്നേഹം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ലിപി ഇല്ലാത്തൊരു ഭാഷയാണ് അവരുടെ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതേപോലെ എഴുതിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രസാദമായിട്ട് അത്രയും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് തുടർന്നുണ്ടാവും എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് പ്രകടമാവുന്നത്. പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇത് വായിക്കാൻ പ്രയാസപ്പെടുമെങ്കിലും ആ പ്രദേശത്തെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല. നഗരസഭയിലെ കുമ്പാരൻ കട്ടി വാർഡിലും BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തരത്തിൽ കുമ്പാര ഭാഷയിൽ ചുമരെഴുത്ത് നടത്തിയിട്ടുണ്ട്. BJP മാത്രമാണ് ഇത്തരത്തിൽ വേറിട്ടൊരു ചുമരെഴുത്ത് നഗരസഭയിൽ പരീക്ഷിച്ചത്. ന്യൂസ് 18 പാലക്കാട്. തകഴിയിലെ കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ, പാലക്കാട്ടേത് കുംഭാര ഭാഷയിലെ ചുവരെഴുത്ത്, അങ്ങനെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ നിറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെയായി ഇനി നാളെ കാണാം. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം.